ലഹരിക്ക് വിൽപ്പനക്കാരെ പൂട്ടാൻ കോഴിക്കോട് പോലീസ് ഇറങ്ങിയിരിക്കുന്നു. ലഹരി വിൽപ്പനക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ തുടരുകയാണ്. പൂവാട്ടുപറമ്പ് സ്വദേശി രാഹുലിന്റെ വാഹനം കണ്ടുകെട്ടി 79.74 ഗ്രാം MDMA രാഹുൽ ഉൾപ്പെടെ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, ഈ ലഹരി വിൽപ്പനക്കാരെ പൂട്ടാൻ വേണ്ടി പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണല്ലോ കോഴിക്കോട് നിന്ന് വരുന്ന വിവരം. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും GK, കാരണം ഈ വിഷയത്തിൽ കോഴിക്കോട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പനക്കാരെയും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടി ശക്തമാക്കുകയാണ് കോഴിക്കോട് പോലീസ് എന്നുള്ളതാണ്. കോഴിക്കോട് പൂവാട്ടുപറമ്പ് സ്വദേശി രാഹുലിന്റെ വാഹനമാണ് നിലവിൽ ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ രാഹുലിനെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും കഴിഞ്ഞ ദിവസം 79.74 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് വഴി ആവശ്യക്കാരെ കണ്ടെത്തുകയും തുടർന്ന് ജില്ലയിലെ വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഈ രാഹുൽ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുലിന്റെ വാഹനമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന വിവിധ ആളുകളുടെ അല്ലെങ്കിൽ ഇത്തരം കണ്ണികളിൽ അംഗമായിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള സ്വത്ത് കണ്ടുകിട്ടുന്ന നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് തുടരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇത്തരം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു കർശനമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ഇത് തുടരരുത് എന്നുള്ളതിനുള്ള ഒരു താക്കീത് കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വീട്ടുകാരെ സംബന്ധിച്ചും ഇതൊരു താക്കീതാണ്. ശരി, പൂവാട്ടുപറമ്പ് സ്വദേശി രാഹുലിന്റെ വാഹനമാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. പ്രതിയുടെ ദൃശ്യങ്ങൾ കാണാം. 79.74 ഗ്രാം MDMA രാഹുൽ ഉൾപ്പെടെ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.